ഹലോ. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ പറയുക, വീഡിയോ സ്റ്റാൻഡ് വേണ്ട. ഫസ്റ്റ് തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് രണ്ടു ദിവസം മുന്നത്തെ വീഡിയോയിൽ വരെ കണ്ടിരുന്ന അരോണ അങ്ങനെ മരിച്ചു കൂട്ടാ. അത് എന്താ പറയാ, അതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം 2 വർഷത്തോളം അതിനെ അടിപൊളിയാക്കി. അതായത് എൻ്റെ കൈയുടെ വലിപ്പായി, എൻ്റെ ഒരു കൈയുടെ ലെങ്ത് എത്തിയവ. പക്ഷെ ഞങ്ങൾ ഈ ടാങ്കിലുള്ള കാരണം അറിയണില്ല ലെങ്ത്തും കാര്യങ്ങളൊന്നും. അതിന്റെ സൈസ് വലിപ്പൊക്കെ അറിഞ്ഞുണ്ട് കേട്ടോ. അതുവരെ നമ്മൾ ഇതിൽ കൊടുക്കണു. പിന്നെ കുറച്ച് വലുതായപ്പോഴാണ് നമ്മൾ ചില്ല് മാറ്റി ടാങ്കിക്ക് മാറ്റിയത്. അവനെ പറ്റില്ല എന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഇതിൽ വളർന്ന് നമ്മൾ അറിഞ്ഞില്ല, അത്ര വലുതായി. പോയപ്പോൾ ആകെ ഇതായി. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മുടെ കൂട്ടത്തിലൊരുത്തനെ പോലെ എന്താ പറയുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വീട് എത്തിക്കഴിഞ്ഞാൽ അതിനെ കണ്ടിട്ടേ ഞാൻ വീട്ടിലേക്ക് കയറാറുള്ളൂ. അന്ന് എന്തോ ഒരു വർത്താനത്തിൽ അങ്ങനെ അകത്തേറിപ്പോയി. തിരിച്ചു വന്ന് മീൻ ഫുഡ് കൊടുക്കാണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അവൻ പുറത്ത് കിടക്കായിരുന്നു. അപ്പോൾ ഒരു ആശ്വാസം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തലേ ദിവസം എന്തായാലും ഞാൻ അമ്മയൊക്കെ ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഇവൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട അമ്മ, നമുക്ക് എന്തെങ്കിലും വരികയായിട്ടും മുന്നേ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അവൻ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ കേട്ടോ പറഞ്ഞു. ഈ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതിപ്പോൾ പറയുമ്പോൾ ആരെങ്കിലും നോണയെന്ന് ചിന്തിക്കും. പക്ഷെ എൻ്റെ കാത്തും സത്യം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായ ദിവസം തലേദിവസം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവൻ ഞങ്ങൾ വിട്ട് പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നോട്ട് നിനക്കറിയാലോ എനിക്ക് വയ്യാതെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുകയാണ്. അതായിരുന്നു നമ്മളുണ്ട്, ഞാൻ വയ്യാതെ ഇരിക്കുകയാണ്. പക്ഷെ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. ഞാൻ ബേബിയോട് തന്നെ പറയുന്നുണ്ട്, ബേബി എന്തോ ഒരു പ്രശ്നം വരണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ബേബി എനിക്ക് സുഖമില്ല എന്നിട്ട് ഞാൻ അവനോട് ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്തായാലും പ്രാന്തുണ്ടോ, വല്ലവർക്കും വല്ലതും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് ഇവന്നെ ഓക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ എല്ലാം ചെയ്താൽ അമ്മയൊക്കെ എന്നോട് പറഞ്ഞു 10 തൊഴി നമുക്കാണെങ്കിൽ 11ാം തൊഴി അവനാന്നുള്ള എന്ത് എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞു. അതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് ഓക്കെ അല്ല. കാരണം അത്രയും ടെൻഷൻ പിടിച്ച സിറ്റുവേഷനായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ അരമനോടും പോയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ശരിയല്ല, എൻ്റെ മൈൻഡ് ഓക്കെ അല്ല, എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ശരിയായില്ല ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയായിരുന്നു ഒന്നും ചെയ്യണില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചിട്ട് നിന്നെ സമാധാനിപ്പിച്ചാന്ന് പറഞ്ഞു. എന്തായാലും ഭയങ്കര വിഷമമായിപ്പോയി. എന്തുകൊണ്ടും ആയാലും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം പിന്നെ സമാധാനം അത് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് മേടിച്ചത്. എനിക്കൊരു 3-4 മാസമുള്ളപ്പോഴാണ് മേടിക്കുന്നത്. 3 മാസം ഒക്കെ ഉള്ളപ്പോഴാണ് മേടിക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ്ട് ഇതാപ്പോൾ നമ്മളെ കാലത്തൂന് 1 വയസ്സും 3 മാസമായി. ശരിക്കും പറഞ്ഞാൽ 2 വർഷമായി അവൻ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇങ്ങനെ ഓരോ വളർച്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ മക്കളെ വളർത്തുന്ന പോലെ തന്നെയാണ് ഇവൻ അതിനെ വളർത്തിക്കുന്നത്. അതിന് ഫുഡ് മേടിക്കാൻ പോകും. ഞാനിപ്പോ പലപ്പോഴും തല്ലുണ്ടാക്കി അതിന്റെ കേസിലുണ്ട്. ഗർഭകാലത്ത് അത് മാത്രല്ല, ഗർഭകാലത്ത് ഇവൻ നോക്കി ഞാൻ മീൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. നിനക്ക് എൻ്റെ വലുത് മീനലച്ചും തല്ലുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അത്രയും ടൈറ്റ് ആയിരിക്കുമ്പോൾ നമ്മളൊരു അത്രയും ടൈറ്റായിട്ട് ഒന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ പോലും ഇവൻ ആ ടൈമിൽ ഇത് പെട്ടെന്ന് വലുതാൻ വേണ്ടിയിട്ട് 2 ദിവസം ഇടുമ്പോൾ 500 രൂപയ്ക്ക് മീൻ മേടിച്ചിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. 2 ദിവസം ഇടുമ്പോൾ 500 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ വലിയ തല്ലെങ്കിൽ ഏട്ടാ നിനക്കൊരു മീനും എൻ്റെ പ്രാന്തമുണ്ടോ വെച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ പൈസ ഭയങ്കര വിഷമമാണ്. എൻ്റെ നല്ല മൂഡിലുള്ളപ്പോൾ ഞാൻ ഓക്കെയാണ്. തീരെ ആശയത്താണ് നമ്മൾ ടെൻഷനായിരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എണ്ണി പറക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ പേരിൽ. പക്ഷേ ഇപ്പം ഞാൻ അടി ഉണ്ടാക്കാറുന്നില്ല, ഒക്കെ ഗർഭകാലത്തായിരുന്നു അല്ലേ. പോയപ്പോൾ ഭയങ്കര വിഷമമായിട്ടാണ്. കാരണം അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നോക്കി അതിനെ വെള്ളം മാറ്റുമ്പോഴാണ് ശരിക്കും ഈ മീനങ്ങനെ വീട്ടിൽ വരുന്ന ആൾക്കാർ കാണുമ്പോഴും ഇതിനെന്തോ ശരിക്കും എന്തൊക്കെ അർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ട്.
ശരിക്കും അങ്ങനെ മീനല്ലേ, നിങ്ങൾ അങ്ങനെ നോക്കി മേടിക്കുന്നതാണോ ചോദിക്കും. ഞാൻ പറയാം അല്ലല്ലോ എൻ്റെ ഭ്രാന്തിന് ഇഷ്ടത്തിൽ മേടിക്കുന്നതാണ്. അപ്പോൾ അവരൊക്കെ തന്നെ വന്നാൽ പറയും കേട്ടോ, ഇത് ഇങ്ങനെ ശരിക്കും നമ്മളെ വീട്ടിലേക്ക് വല്ല ദോഷം വരണ്ടേ ആദ്യം അതാത്ര എടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് മാത്രമല്ല ഒരുപാട് പേര് എന്നോട് പറഞ്ഞുള്ള കേസും കൂടെയാണ്. ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ അതങ്ങനെ എടുത്തോണ്ട് പോയി. അത് പോയി, അത് വിടും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. എനിക്ക് 2 ദിവസം ഭയങ്കര കരച്ചില്ലായിരുന്നു. അത് അങ്ങനെയാണ്, നമുക്കത് എന്താ പറയാ, അത് വിട്, ആ കേസ് വിട് അങ്ങനെ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണുമ്പോഴേക്കും എന്താ പൊന്നിൻ്റെ റെസ്റ്റ് മാറിയോ, പൊന്നു എന്തിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലതൊക്കെ ചോദിക്കും. 2 ദിവസം എനിക്ക് തീരെ വയ്യാത്താണ് ഞാൻ അമ്മയിലും ഉണ്ണിനെ ഏൽപ്പിച്ചിട്ട് ഇവന്നെ നോക്കലായിരുന്നു. 2 ദിവസം 3-ാമത്തെ ദിവസം നമ്മൾ അവരെ ബുദ്ധിമുട്ടിയും ശരിയാണോ. അമ്മ ഉണ്ണിനെ കൊണ്ടുപോകാൻ വരാൻ തയ്യാറായിരുന്നു, അമ്മ ഫുഡ് ഉണ്ടാക്കിയാലും തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾ ചെയ്തോളാം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അമ്മനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എന്നും അവരവിടുന്ന് ഉണ്ണികളെ സ്കൂളിൽ വിട്ടേച്ച് ഇങ്ങോട്ട് വരണം, ഇവിടുന്ന് ഉണ്ണി എടുത്തുകൊണ്ട് പോകണം, അവരിന് വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ വെച്ചിട്ട് ഞാനാണ് അത് വേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നത്തെ ഒരു ഓപ്ഷൻ ഞാൻ ഉണ്ണീനെ അടുത്ത് റെസ്റ്റ് എടുത്തിട്ട് ഉണ്ണീനെ നോക്കിയിരിക്കുക, ഇവൻ പണിയെടുക്കുക എന്നുള്ളതാണ്. ഇവൻ അതിനും തയ്യാറായിരുന്നു. പക്ഷെ അവളെ നോക്കുക എന്ന് വെച്ചാൽ എനിക്ക് റെസ്റ്റ് അല്ല, എനിക്ക് വലിയ പണി തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടോർക്കാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക അല്ല പറഞ്ഞാ കണ്ടിട്ട്. അപ്പോൾ അതാ ഞാൻ രാവിലെ എഴുന്നേക്കാനുള്ള തയ്യാറെടുപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ കിടക്കേന്ന് എഴുന്നേൽക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. പിന്നെ വിചാരിച്ചു കാത്തുമ്മ എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ കുറച്ച് പണി തീർക്കുകയാണെങ്കിൽ അത്ര ഓക്കെ ആയില്ലേന്ന് വിചാരിച്ചു. കാത്തുമ്മനെ എടുത്തുകൊണ്ട് നടക്കാൻ എനിക്ക് തീരെ വയ്യ. അപ്പോൾ അതിന് ഞാൻ കാത്തുമ്മയുടെ അടുത്തൊരു തലോണൊക്കെ വെച്ചെടുത്തൊരു ഉമ്മ കൊടുത്തിട്ടാ. ഞാൻ പിന്നെ പെബീനെ വിളിച്ചില്ല, പെബിയും കാത്തുൻ്റെ അടുത്ത് കിടന്നോട്ടെ വെച്ചു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുടിയൊക്കെ മടഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പല്ലിൻ്റെ കമ്പി കൊടുത്ത് പല്ലേക്ക് വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അതാ പല്ലൊക്കെ തേച്ച് പിന്നെ നേരെ അടുക്കളയിൽ കയറട്ടെ. കട്ടൻ ചായയും വെക്കണം, പിന്നെ കുളിക്കാനുള്ള വെള്ളം വെക്കണം. രാവിലെ തന്നെ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം കണ്ടപ്പെടുത്ത് കുടിക്കുക കേട്ടോ. ഇതേട്ടൻ കണ്ടെങ്കിൽ ചീത്തയേക്കും. രാവിലെ നേരത്തെ തന്നെ തണുത്ത വെള്ളം കുടിക്കണേന് വല്ല ചുമ വരുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങൾ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ പൂതികളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചു. പിന്നെ അതാ ചായക്കുള്ള വെള്ളം വെക്കട്ടെ. അപ്പം എനിക്കായാലും ഏലക്കായിട്ട കട്ടൻ ചായയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ അവൻ്റെ കൂടെ കൂടിയിട്ടാണ് ഈ ഏലക്കായിട്ട ചായ കുടിക്കാൻ പഠിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായയിൽ ഏലക്കായ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുടിക്കും ഞാൻ. അങ്ങനെ ചായ വെച്ചാൽ പിന്നെയും കുടിക്കുള്ളൂ. പിന്നെ അതാ ചായയുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ചായയിലൊക്കെ ഇട്ട് അതങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ്. കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കൂടി ഓഫ് ചെയ്തതിൻ്റെ ശേഷം പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കപ്പയും മുകളിൽ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല. അങ്ങനെ ഇതാ ഞാൻ കുളിക്കാൻ കയറി. ഇതാ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാക്സിയൊക്കെ എടുത്തിട്ടു, ഒന്ന് ഫ്രീ ആവാമല്ലോ വെച്ചിട്ട്. മറ്റുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാക്സി ഇട്ട് നല്ല ഫ്രീ ആയിട്ടിരിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ കാത്തുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാത്തുമ്മ ഇറങ്ങി, പക്ഷെ ഏട്ടൻ എഴുന്നേറ്റു. ഏട്ടൻ എഴുന്നേറ്റ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഏട്ടാ വേഗം വായോ, എഴുന്നേക്ക്, ഇനി കിടന്ന് ഇറങ്ങി എൻ്റെ ഇടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എഴുന്നേക്കോ പറ്റിക്കില്ലല്ലോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് പോയിട്ടാണ്. അപ്പം ആദ്യം കുറച്ച് ടോണറൊക്കെ എടുത്ത് ഫേസ് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ചിലർ പറയുന്നുണ്ട് എൻ്റെ ഫേസ് എന്തോ ഡാമേജ് ഇടുന്നൊക്കെ. അത് കുറച്ച് ചില നേരിലടിക്കുന്നു. പിന്നെ നമ്മളെ വീഡിയോയുടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തോന്നുന്നതാണ്, അല്ലാതെ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ബ്ലീച്ചൊന്നും സ്ഥിരം യൂസ് ചെയ്യുന്ന ആളല്ല. പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എൻ്റെ സ്കിന്ന് ഒന്നും കൂടി എനിക്ക് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും കെയർ ചെയ്യാത്താനും. അല്ലാതെ എൻ്റെ നോർമൽ സ്കിൻ ഇങ്ങനെയാണ്, കുറച്ച് സെൻസിറ്റീവാണ്. പിന്നെ ഇതാ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. ഇതാ കറണ്ട് പോട്ടോ, എവിടെ എപ്പോൾ പോകും കറണ്ട്. പിന്നെ ഞാൻ ഇരട്ടത്ത് നിന്നിട്ടാണ് ബാക്കിയുള്ള എൻ്റെ പരിപാടികൾ ചെയ്യുന്നത്. ഈ റൂമിലാണെങ്കിൽ എന്തോ കണ്ണാടി തീരെ വെളിച്ചില്ല. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലോ ഒരു വൃത്തിയില്ലാത്ത വെളിച്ച, പോരാത്തിന് കറണ്ടും പോയി. പിന്നെ എൻ്റെ മെയിൻ പരിപാടിയാണ് കുങ്കുമിടുക എന്നുള്ളത്. അത് കുളി കഴിഞ്ഞാൽ അതിട്ടിട്ടൊന്ന് നല്ല ഭംഗിയിൽ നിന്നാൽ എൻ്റെ മൈൻഡൊക്കെ ഭയങ്കര ഓക്കെ ആയിരിക്കും. പിന്നെ അതാ നമ്മളെ ചായക്ക് ഏകദേശം ചൂടാറിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഓരോ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ആ ചായ എടുത്ത് പോണ വഴിയിലാണ് നമ്മൾ കാത്തും എഴുന്നേറ്റത്. അവൾ അമ്മാന്ന് വിളിച്ചു. അപ്പം ഞങ്ങൾ അടുത്ത് പോയി ഒരു ഉമ്മയെ കൊടുത്തപ്പോൾ അവൾക്ക് എന്തൊരു വാശി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കപ്പേരെ അടുത്ത് പോവാന്നൊക്കെ വെച്ച് അവളെ കളിപ്പിക്കാൻ നോക്കി. പക്ഷെ അവൾ ആ നേരത്തൊക്കെ ഒന്ന് ചിരിച്ചു. പക്ഷെ ആളിൽ പോയിട്ടിട്ട് അവൾ ഭയങ്കര വയലൻ്റ് ആവുന്നുണ്ട് കേട്ടോ. അതപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ അത് അവളങ്ങനെ ഒട്ടി പിടിച്ചായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് അമ്മമാരോട് പ്രത്യേക സ്നേഹമായിരിക്കും. അങ്ങനെ അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നെ ഇറുക്കി പിടിച്ചൊക്കെ കിടക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കേസാണ്. പിന്നെ വേണ്ട സെറ്റിയും പോയി ഇരുത്തിയപ്പോൾ അവൾ ഭയങ്കര വാശി. അതിന് മുമ്പ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ മടിയിൽ കിടക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ പാലുകൂടി മെല്ലെ മെല്ലെ നിർത്തി വരികയാണ്. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പാലുകൂടി നിർത്താനുള്ള പ്ലാനിലാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അതിനെ പാല് കൊടുക്കില്ല. അപ്പോൾ ഞാൻ പാലും കുപ്പിയിൽ അവൾ കുറച്ച് വെള്ളം എടുത്തു കൊടുന്നു. അവൾക്ക് പാല് കുടിക്കാൻ ഇഷ്ടമില്ല, വെള്ളം കുടിക്കും. അപ്പോൾ അത് കുടിച്ച് ശീലിക്കട്ടെ എന്ന് വെച്ചിട്ട് പാലും കുപ്പി ഒന്ന് ഓക്കെ ആവട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളമാക്കി കൊടുത്തു. പിന്നെ കൂടാതെ കട്ടൻ ചായ, അത് ഞങ്ങൾ തന്നെ കട്ടൻ ചായ വല്ലപ്പോഴും ഒരിക്കൽ കുടിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ കുടിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവൾക്ക് കൊടുക്കും. അല്ല സ്ഥിരമായിട്ട് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. മോൾക്ക് എന്നല്ല ഞങ്ങളെ സ്ഥിരമായിട്ട് കുടിക്കാറില്ല. ഞങ്ങൾ തന്നെ എപ്പോഴെങ്കിലാണ് കട്ടൻ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വർക്കിൻ്റെ ഫോൺ ഇട്ടത്. അപ്പോൾ അതിൽ ഞാൻ ബ്രെയിൻ്റെ ഫോട്ടോ നോക്കുകയാണിട്ട് ഞാൻ അവനോട് ഓരോന്ന് ചോദിക്കുകയാണ്. ഇതാണ് പെൺകുട്ടി, ആളോ ത്രെഡ് ചെയ്യാൻ പറയുന്നു പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോകാൻ നോക്കുകയാണ്. അപ്പോൾ ദോശമാവ് ഞാൻ എടുത്തു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് മാവ് കൊടുന്നു കേട്ടോ. അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായത്. അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമ്മ വന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളം മാറ്റണം ഇനി. കാരണം അല്ലെങ്കിൽ അവൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൈഡിൽ കയറി ഇരിക്കുക, സീറ്റ് പോലെ കയറി ഇരിക്കുക ഉമ്മ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് അടച്ചതന്നെ ആട്ടെ. ഈ വാശി പിടിച്ചിട്ട് ചാരിക്കുന്നത് ഇനി ഇതാ അപ്പോട് പോയി പരാതി പറയാം. അപ്പ അമ്മ എന്നുകൊണ്ട് പരാതി പറയണം. അപ്പോൾ അവനെ ചീത്ത പറയുമ്പോൾ അവൾ ഹാപ്പിയായിട്ട് അവിടെ നിൽക്കി. പിന്നെ ആരെ ചീത്ത വിളിപ്പിച്ചതെന്നൊക്കെ വെച്ചാൽ അവൾ അടച്ച് തന്നാണ്. പോയില്ല, അവൾ എൻ്റെ മെക്കെട്ട് കയറി അമ്മ ഇക്ക് എന്ന് പറഞ്ഞിട്ട് അലമ്പായി തുടങ്ങി. പിന്നെ ഞാൻ വേഗം ഒരു വിധം സെറ്റാക്കിയിട്ട് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ കുറച്ച് സാമ്പാറുള്ളൂ. അപ്പം അത് സാമ്പാർ മാത്രം ആകുമ്പോൾ ഞങ്ങൾക്ക് അത്ര മതിയാവില്ല. പിന്നെ മസാല ദോശയാണെങ്കിൽ പിന്നെ സാമ്പാർ സൈഡായിട്ട് കുറച്ച് മതി. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം അതൊന്ന് 4-5 ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പകുതി മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊലി കളയാൻ എളുപ്പത്തിന് കിട്ടുക. തൊലിയുടെ വശം മാത്രം ഒന്ന് ലെയറും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് നമ്മൾ കാത്തുമ്മ കണ്ടെത്തി വന്നു കേട്ടാ. ഞാനൊരു പണിയെടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 15 മിനിറ്റും മേളിൽ കാത്തുമ്പോൾ എൻ്റെ അടുത്ത് വരും. ആൾക്ക് എന്നെ കാണാതെ കഴിഞ്ഞാൽ അപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് അടുക്കളയ്ക്ക് വരും കേട്ടോ. ഞാൻ അവളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി എന്തൊക്കെ എടുത്താലും 2 സെക്കൻഡിക്കുള്ളൂ. അത് കഴിഞ്ഞാൽക്കത് മതി. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്തോ ഒന്ന് കൂട്ടുന്നുണ്ട്. വർക്കിൻ്റെ ടൈമൊക്കെ നമ്മൾ അടുത്ത വർക്കിൻ്റെ പെൺകുട്ടിക്ക് ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നമ്മൾ മസാല ദോശയ്ക്ക് ആവശ്യമുള്ള സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഉരുളൻകിഴങ്ങ് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കിൽ സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ കാത്തുമ്പോൾ അവിടെ ഇരുന്നിട്ട് വാശിയാട്ടാം. ആളിപ്പോൾ വൈകുന്നേരം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വാശിയിലാണ്. ആ നേരത്താണ് ഞാൻ വീഡിയോ ഡബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവളെ ശബ്ദം കരച്ചിലൊക്കെ കേൾക്കാം. പിന്നെ ഞാൻ ഒരു 3-4 പച്ചമുളക് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ മേടിച്ച പച്ചമുളക് തീരെ എരിവില്ലാത്തതാണ്. അപ്പോൾ അതൊരു 3-4 എന്തെങ്കിലും ഒരു എരിവ് ഉണ്ടാവുള്ളൂ. പിന്നെ ചെറിയ പീസ് ഇഞ്ചി ഞാൻ കുഞ്ഞിതാക്കി അരിയുന്നുണ്ട്. അപ്പം ഞാൻ കാത്തുമ്മയ്ക്ക് സമാധാനം കിട്ടേണ്ട ഒരു പാത്രം ഒരു കയ്യിലൊക്കെ കൊടുത്തത്. പക്ഷെ അതും വലിയ ഉപകാരം ഉണ്ടായില്ല. 2 സെക്കൻഡേക്ക് ഉണ്ടായുള്ളൂ. അത് പിന്നെ അവൾ അത് വേണ്ട വെച്ചു. ഞാൻ അപ്പോൾ കാണിച്ചു കൊടുത്തത് എങ്ങനെ കളിക്കണ്ടേന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അത് എന്തൊക്കെയോ ആപ്പിൾ എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. പക്ഷേ വലിയ കാര്യം ഉണ്ടായില്ല. മാതള നാരങ്ങ തോന്നിയിട്ടുണ്ട്. വലിയ കാര്യം ഉണ്ടായില്ല. അവളെ കളിച്ചൊന്നുമില്ല. അവൾ എഴുന്നേറ്റ് പോന്നു. എൻ്റെ പിന്നാലെ എഴുന്നേറ്റ് പോന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഒരു 2-3 വിസിലായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനങ്ങനെ ഓഫ് ചെയ്തു. ഞാൻ എൻ്റെ ഉള്ളിലത്തെ വിസിലെല്ലാം പോകണമെനിക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് മസാല ദോശ ഉണ്ടാക്കി വയ്ക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മസാല ദോശയോടാണ് ഇഷ്ടം. ഞാൻ റീലിട്ട് പോയിച്ചു ഇവിടെ എന്നും മസാല ദോശയാണോ എന്നൊക്കെ. എനിക്കിപ്പം എന്തിനും കഴിക്കാൻ ആഗ്രഹം തോന്നിയ മസാല ദോശയ്ക്കാണ്. മസാല ദോശ എനിക്ക് അതിനോടൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ അതൊക്കെയല്ലേ ഉണ്ടാക്കും. നമുക്ക് എന്താണ് ആഗ്രഹം അതാണ് ഉണ്ടാക്കുക. പിന്നെ ബേബിക്കാണെങ്കിലും മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. വല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി മസാല ദോശയാണ് അവൻ പറയാറ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന മസാലയും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം കൂടി നോക്കിയപ്പോൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പയർ അരിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സബോളയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ്.
അങ്ങനെ അതാ ഞങ്ങൾ പയറൊക്കെ അരിഞ്ഞരിഞ്ഞ് ഞാൻ മാറ്റിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പയറുപ്പേരും പരിപ്പൂട്ടാനും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മളെ പ്ലാനിങ് ഒക്കെ ഇടയിലൊന്ന് പാളിപ്പോയിട്ടാണ്. കാരണം നമ്മളെ മോട്ടർ എടുക്കാതെ വെള്ളം താഴ്ന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറി വയ്ക്കാൻ പറ്റിയില്ല. ഉപ്പേരി വെച്ചു, ചോറ് വെച്ചു, കറി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മയുടെ കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഈ വീഡിയോ ഡബ് ചെയ്തതിന് ശേഷമാണ് വീട്ടിൽ പോയിട്ട് ചോറിനെ. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ചോറുണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കാത്തു കളഞ്ഞു. അപ്പം അതൊക്കെ ഞാൻ തുടച്ചു. ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ കണ്ട ഓരോ കുരുത്തക്കടി എന്ത്. പിന്നെ അതാ അങ്ങനെ ഞാൻ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചു, ഓയിൽ വെച്ചിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എൻ്റെ മൂപ്പ് കുറച്ചൊന്ന് കൂടി, ഇത്രയ്ക്ക് മൂക്കണമെന്നില്ല കേട്ടോ. ഒന്നുകൂടി മൂപ്പ് കുറവാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത്ര മൂത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ ഇഞ്ചിയുടെ പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നന്നായി വാടി വരാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വാടി വരുമ്പോഴാണ് കളറ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ വേണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നാളെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ബാക്കി എടുത്ത പാത്രമൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒക്കെ ഏട്ടന് പണിയിട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ മതി, ഏട്ടൻ ഒതുക്കി ക്ലീൻ ആക്കിയോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അവന് എൻ്റെ ഒരു കൈവഴക്കം ഉണ്ടാവില്ലല്ലോ ഫുഡ് ഉണ്ടാക്കുക. അവൻ്റെ വീട്ടിലാണെങ്കിലും ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയ ആളല്ല. അവൻ്റെ അമ്മേനെല്ലാം ചെയ്യണമെന്നുള്ള ആളാണ്. എപ്പോഴേലൊക്കെ ഒരു ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ശീലം അവനുള്ളൂ. അപ്പം അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയുള്ള അറിവില്ല. പിന്നെ അവനൊക്കെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അറിയാത്ത പണി ചെയ്യിപ്പിക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണാൻ ഈ ഭംഗി പോലെ തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ 2 ദോശ, ഏട്ടനും 2-3 ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല ദോശ ഉണ്ടാക്കണം. ഞാൻ കുറച്ചധികം നെയ്യ് ഒഴിക്കും കേട്ടോ. എനിക്ക് നെയ്യുടെ ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ടൊട്ടേ ഇഷ്ടമാണ്. അപ്പോൾ അപ്പുറത്ത് സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശ മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ മസാല ഒരു മൂലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി പരത്തി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ദോശ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അത്രയും ടേസ്റ്റായിരുന്നു. മസാലയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ വിളിക്കുന്നുണ്ട്. ഉണ്ണികളൊക്കെ സ്കൂളിൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അമ്മ എന്നെ വിളിക്കുക. അതുവരെയ്ക്കും അമ്മയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അമ്മ വിളിച്ചപ്പോൾ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അപ്പയും മോളായിരുന്നു സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ഫോൺ കൊടുത്ത് തന്നു. അങ്ങനെ അമ്മയോട് എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ രാവിലേക്ക് ഒന്നും ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. ഉണ്ണികളെ വിട്ടേക്കുന്ന തിരക്കിലൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അമ്മയ്ക്കും ഡയറ്റിങ് ആണല്ലോ. ഒമ്പ അപ്പോൾ അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മോട് ചോദിച്ചു കേട്ടോ, ഞാൻ ഒരു ദോശ കൊണ്ടുവരണം ചോദിച്ചു. എൻ്റെ എല്ലാം അധികം മസാല ഉണ്ടായിരുന്നില്ല, 2 ഉരുളക്കിഴങ്ങല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റിയെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടൊരു ദോശ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ടൈമിലൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. നല്ല പണിത്തിരക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വയ്യാതെ ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ അമ്മോട് സംസാരിക്കാൻ നമ്മളെ കാത്തുമ്മ വന്ന് ഒക്കത്ത് കയറിയിട്ടുണ്ട്. അവളിങ്ങനെയാണ്. ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ഒക്കത്ത് വന്നിരിക്കും. എനിക്ക് ആദ്യമൊന്നും എൻ്റെ വീട്ടിലത്തെ കയ്യിലുകളും ദോശച്ചട്ടയ്ക്കായിരുന്നു കൈവഴക്കുള്ളത്. എനിക്ക് പുതിയത് മേടിച്ചൊന്നും സെറ്റായി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഓരോന്ന് സെറ്റായി വരുന്നത്. എനിക്ക് അതിന് മുന്നേ ദോശ ഉണ്ടാക്കുമ്പോൾ റെഡി ആയിരുന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എത്ര കനം കുറച്ചിട്ടാണെങ്കിൽ ദോശ ഉണ്ടാക്കും. പക്ഷെ ഇവിടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ റെഡി ആയി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാത്തുനിന്നിട്ട് ഒരു മിക്കി മൗസിൻ്റെ ഒക്കെ രൂപമാണ് എൻ്റെ പ്ലാനിലുള്ളത്. അങ്ങനെ ഒരു 3 വട്ടനാക്കിയിട്ട് ഒരു പാവക്കുട്ടിയുടെ എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവൾ അതെങ്കിലും കണ്ട കഴിച്ചാലോ വെച്ചിട്ട്. പക്ഷേ എൻ്റെ മോൾക്ക് അതൊന്നും ഒരു വലിയ പുതുമയോ വ്യത്യസ്തമൊന്നും ഞാൻ കണ്ടില്ല. അവൾക്കതൊക്കെ ഒരു പുച്ഛഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിലേക്കായിട്ട് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തു. അവൾ ആകെ കഴിച്ചത് മത്തങ്ങ, തക്കാളി, സാമ്പാർ, ഈ ഐറ്റംസൊക്കെയാണ് അവൾ കഴിച്ചത്. ദോശ കഴിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ദോശ വായിൽ വെച്ച് കൊടുത്തത്. നമ്മൾ കഴിക്കുന്ന നേരത്തെ അവൾ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, സാമ്പാറത്തെ ഫുൾ തക്കാളി, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് അതൊക്കെ എടുത്ത് കഴിച്ചു.
അപ്പോൾ ആദ്യം ബേബിയെ നിർത്തി വെച്ചു. പിന്നെ ഞാൻ പാത്രത്തിൽ നിന്ന് ഓരോന്നായിട്ട് ഞാൻ പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവളെ ആവശ്യത്തിന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അത് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ഇത് അവൾക്ക് എത്ര എരിവിൽ കൊടുത്താലും, ഇത് ഞാൻ സാമ്പാറിൽ നിന്ന് കഴുകിയിട്ടൊന്നല്ല കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താലും അവൾക്ക് എരിവില്ല. പക്ഷെ നമ്മൾ ദോശയിൽ തുള്ളി സാമ്പാർ ആക്കി അവൾക്ക് ഭയങ്കര എരിഞ്ഞിട്ട് അവളെ നമ്മൾ തള്ളക്കി വിളിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അവൾ നല്ല അടവത്തിയാട്ടാ. പേരന് ഞാൻ വീണ്ടും ദോശക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു, നീ മോളെ കൊണ്ട് കിടത്തി കുളിപ്പിക്കാൻ നോക്കിക്കോ, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനവിടെ ബാക്കി എനിക്ക് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഒതുക്കുന്നുണ്ട്. ഏട്ടൻ പാത്രമൊക്കെ കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിപ്പോൾ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവനെ ഞാൻ എന്നും തുണികൾ തിരുമ്പലും കാര്യങ്ങളൊക്കെ അവനെ ഞാൻ ചെയ്യണം. എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് അവങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുക്കണ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ദിവസം എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അവൻ്റെ ഒപ്പത്തിന് ഞാൻ എല്ലാം ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ നമ്മളെ കാത്തുമ്മേനൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുളിപ്പിക്കാൻ കയറ്റി പിന്നെ ആൾക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാട്ടോ. അപ്പം അതിൻ്റെ വാശിയായിരുന്നു ഇത്ര നേരം കണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കുന്നതിൻ്റെ വാശി, അതൊക്കെ ആൾക്ക് അലർജി ആയിട്ടുള്ള കേസാണ്. എന്താ കുഞ്ഞേ? അപ്പോൾ നമ്മളെ ഞാൻ അടുക്കളയിൽ ഉപ്പേരി വയ്ക്കുന്ന നേരത്തെ അവൾ കണ്ണാടൊക്കെ വെച്ചിട്ട് അവൾ സ്റ്റൈൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുണുക്കമ്മോൻ്റെ കണ്ണാടയാണ്, അത് ഇവിടുന്ന് കിട്ടിപ്പിടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ പരിപ്പ് കൂട്ടാനുള്ള പരിപ്പാട്ട വേവിക്കാൻ വെച്ചു. പക്ഷേ മോട്ടറിൽ വെള്ളമില്ലാത്തതുകൊണ്ട് പിന്നെ അധികം ഫുഡൊന്നും ഉണ്ടാക്കി എന്നോട് പറ്റിയില്ല. കറി തന്നെ വെക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ, ഒന്നും ഉണ്ടാക്കണ്ട, അവിടെ എല്ലാ കറികളുണ്ട്, നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പേരി ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഈ പയർ അത്ര നല്ലതല്ല. ചില ടൈമത്തെ പയർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ പയറിന് എന്തൊരു കല്ലപ്പോ അല്ലെങ്കിൽ ഫീൽ ചെയ്ത് എനിക്കെന്തോ ഇഷ്ടമായില്ല. എനിക്കിഷ്ടമാകാത്തൊരു പയറുപ്പേരിയായിരുന്നു. ഉപ്പേരിന് മസാല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പയർ അത്ര പോരായിരുന്നു. സത്യം പറയാലോ, എനിക്കെന്തോ ഈ പയർ ഓക്കെ തോന്നിയില്ല കേട്ടോ. അന്ന് അവ എടുക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എടുത്തുവെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്തോ ഇവനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ ഓരോന്ന് പറയാം, അത്ര വലിപ്പൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് അവൻ്റെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ്റെ വിഷമമായിട്ട് അവൻ ചിരിച്ചുകൊണ്ട് തീർക്കുന്നത്. അവന് അത്ര വിഷമമുള്ള സിറ്റുവേഷനിൽ പോലും ഞങ്ങളെ മുന്നിൽ ആദ്യം കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാത്റൂമിൽ പോയിട്ടാണ് അവൻ കരയണ ഞാൻ കണ്ടിട്ടുള്ളത്. അവനൊരു ഭയങ്കര സിറ്റുവേഷൻ വന്ന ടൈമിലടക്കം പിന്നെ അവൻ കരയ എൻ്റെ മുന്നിലാണ്, അല്ലാതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലൊന്നും അവൻ കരയണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അരവണ്ണനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറമ്പിൽ പോയിട്ട് കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവൻ എന്നായിട്ട് ചെയ്യുന്നത്. രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ ടോർച്ച് എത്തിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പറമ്പിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. കാത്തുമ്പാ ഒരു മിനിറ്റടാ. അപ്പോൾ അങ്ങനെ അവൻ്റെ ലാസ്റ്റത്തെ ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട്, ഇതിന് മുന്നിട്ട വീഡിയോയിൽ കാണാം, അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബേബി വീഡിയോയിൽ 2 ആളിനും അലിഗേറ്റനും അരവണേനും കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാട്ടാ നമ്മളെ മരിച്ചതും. എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ അവനും പോയി.